എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഗുരുവായൂരപ്പന്റെ ഭക്തയെ പരിഹസിച്ചവരെ കൊണ്ട് ഭാഗവതം മുഴുവൻ വായിപ്പിച്ച ഒരു കൃഷ്ണാനുഭവത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. ആ കൃഷ്ണാനുഭവം കേട്ടിട്ട് മറ്റൊരു ഭക്ത അവർക്കുണ്ടായ ഒരു കൃഷ്ണാനുഭവം അയച്ചു തന്നു. ഭാഗവതവുമായി ബന്ധപ്പെട്ട മനോഹരമായ ഒരു കൃഷ്ണാനുഭവം. അതാണ് ഇന്ന് പറയുന്നത്. ആ അമ്മയ്ക്ക് 2 ആൺമക്കളായിരുന്നു. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ഒരു ജോലി കിട്ടുന്നില്ല. എന്ത് ജോലിക്ക് ശ്രമിച്ചാലും ഭയങ്കര തടസ്സമാണ്. എന്ത് നല്ല കാര്യത്തിനും തടസ്സം ഉണ്ടാകുന്ന ഒരു അവസ്ഥ. എന്നും എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും തടസ്സങ്ങളും ഒക്കെയാണ് ജീവിതത്തിൽ. എല്ലാ ദിവസവും ആ അമ്മ അടുത്തുള്ള ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകുമായിരുന്നു. ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളുമൊക്കെ കൂടിക്കൂടി വന്നപ്പോൾ മനസ്സിൽ ഒരുപാട് വിഷമമായി. എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും തടസ്സം, മക്കളുടെ ജോലിക്ക് തടസ്സം, അങ്ങനെയൊക്കെ ആ അമ്മ ഒരുപാട് വിഷമിച്ചു. അങ്ങനെ ഭയങ്കര നിരാശയിലായി. ക്രമേണ അമ്മ ആ ക്ഷേത്രത്തിൽ പോകാതെയായി. ഒരു ക്ഷേത്രത്തിലും പോകാതെയായി. നിത്യവും ക്ഷേത്രത്തിൽ പോയിട്ടും തൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ കൂടുകയാണ്. എല്ലാത്തിനും തടസ്സമാണ്. അതുകൊണ്ട് ക്ഷേത്രങ്ങളിലൊന്നും ഇനി പോകുന്നില്ല എന്ന് സ്വയം ഒന്ന് തീരുമാനിച്ച് ക്ഷേത്രങ്ങളിലൊന്നും പോകാതെയായി. ഒരുപാട് നാൾ അങ്ങനെ ക്ഷേത്രങ്ങളിലൊന്നും പോകാതെയായി. ഒരുപാട് നാൾ അങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ പോകാതിരുന്നിട്ട് മകന്റെ പിറന്നാൾ ദിവസം വന്നപ്പോൾ മകന് വേണ്ടിയിട്ട് ഒരു അർച്ചന നടത്താം എന്ന് വിചാരിച്ച് വീണ്ടും നിത്യവും പോയിക്കൊണ്ടിരുന്ന ആ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പൂജാരി കാര്യം തിരക്കി. സ്ഥിരമായി തൊഴാൻ വരുമായിരുന്നല്ലോ, ഇപ്പോൾ കാണുന്നില്ലല്ലോ, എന്താണ് കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ തൻ്റെ കാര്യങ്ങളൊക്കെ ആ ക്ഷേത്ര പൂജാരിയോട് പറഞ്ഞു. തൻ്റെ ജീവിതത്തിൽ എല്ലാത്തിനും തടസ്സമാണെന്നും എത്ര ശ്രമിച്ചിട്ടും മക്കൾക്കൊരു ജോലി ശരിയാകുന്നില്ലെന്നും ദുഃഖങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതാണ് എപ്പോഴും ജീവിതമെന്നൊക്കെ ആ പൂജാരിയോട് പറഞ്ഞു. അപ്പോൾ ആ പൂജാരി അമ്മയോട് പറഞ്ഞു നിത്യവും ഭാഗവതം പാരായണം ചെയ്യാൻ. അപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് ഭാഗവതം പാരായണം ചെയ്യാൻ അറിയില്ല. അപ്പോൾ പൂജാരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മലയാളം എഴുതാനും വായിക്കാനും അറിയാമോ? അപ്പോൾ അമ്മ പറഞ്ഞു, അതൊക്കെ അറിയാം. അപ്പോൾ പൂജാരി പറഞ്ഞു, ഭാഗവതം പാരായണം ചെയ്യാൻ ആ അറിവ് ധാരാളമാണ്. മലയാളം എഴുതാനും വായിക്കാനും അറിയാമല്ലോ. അമ്മയ്ക്ക് വീണ്ടും സംശയമായി. എല്ലാവരും വായിക്കുന്നത് പോലെ നല്ല ഈണത്തിലൊന്നും വായിക്കാൻ തനിക്ക് അറിയില്ല. പൂജാരി പറഞ്ഞു, ഈണത്തിൽ വായിക്കാൻ അറിയില്ലെങ്കിൽ വേണ്ട, കുറേശ്ശെ അറിയാവുന്നതുപോലെ 4 വരിയെങ്കിൽ 4 വരി ദിവസവും വായിക്കാൻ ശ്രമിക്കാൻ പറഞ്ഞു. എന്നിട്ടും അമ്മയ്ക്ക് ഒരു ആത്മവിശ്വാസക്കുറവ്. അപ്പോൾ പൂജാരി പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഭാഗവതത്തിലെ പ്രഹ്ലാദ സ്തുതി മാത്രം നിത്യവും പാരായണം ചെയ്യൂ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ തടസ്സങ്ങളും പ്രശ്നങ്ങളുമൊക്കെ മാറിക്കിട്ടും. അങ്ങനെ അമ്മ ഭാഗവതം വായിക്കാൻ തീരുമാനിച്ചു. അമ്മയുടെ കയ്യിൽ ഭാഗവതം ഇല്ലായിരുന്നു. ഒരു പുതിയ ഭാഗവതം വാങ്ങി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിച്ച് തിരികെ കൊണ്ടുവന്നു. എന്നിട്ട് ഭാഗവതത്തിലെ പ്രഹ്ലാദ സ്തുതി നിത്യവും വീട്ടിൽ പാരായണം ചെയ്യാൻ തുടങ്ങി. അമ്മയുടെ ജീവിതത്തിൽ പെട്ടെന്ന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ജീവിതത്തിലെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ കുറഞ്ഞു വന്നു. തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടി. മക്കൾക്ക് 2 പേർക്കും നല്ല ജോലി ലഭിച്ചു. സാമ്പത്തികമായി നല്ല മുന്നേറ്റം ഉണ്ടായി. ജീവിതം സമാധാനപൂർണമായി. മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടി. അങ്ങനെ പ്രഹ്ലാദസ്തുതി മാത്രം വായിച്ചുകൊണ്ടിരുന്ന അമ്മ പിന്നെ കുറേശ്ശെ ഭാഗവതം മൊത്തം വായിക്കാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാ ദിവസവും ഭാഗവതം അമ്മ വായിക്കും. ഒരു ദിവസം പോലും ഭാഗവതം വായിക്കാതെ ഇരിക്കില്ല. ഭാഗവത പാരായണം തന്റെ ജീവിതം മാറ്റിമറിച്ചു എന്നാണ് അമ്മ പറയുന്നത്. ഈ അനുഭവം എല്ലാ കൃഷ്ണഭക്തരോടും പറയാൻ ആ അമ്മ ആഗ്രഹിക്കുന്നു.
ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറാൻ ഏറ്റവും ശ്രേഷ്ഠമാണ് പ്രഹ്ലാദസ്തുതി പാരായണം ചെയ്യുന്നത്. ഭാഗവതത്തിലെ ഏത് ഭാഗം പാരായണം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ്. ഭാഗവതം ദിവസവും വായിച്ചാൽ എല്ലാ ജന്മങ്ങളിലുമുള്ള സകല പാപങ്ങളും നശിക്കും എന്നാണ് പറയുന്നത്. ഭാഗവത സപ്താഹം കേൾക്കുന്നത് തന്നെ മഹാപുണ്യമാണ്. പുനർജന്മരഹിതമായ വിഷ്ണു സായുജ്യമാണ് ഫലം. ഭാഗവത കഥകൾ കേൾക്കാൻ കഴിയുന്നത് തന്നെ ഗുരുവായൂരപ്പന്റെ വലിയ വലിയ അനുഗ്രഹമാണ്. എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല നല്ല കൃഷ്ണാനുഭവങ്ങളും ഉണ്ടാകട്ടെ.